ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എണ്ണമയമുള്ള മുഖചർമ്മമുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പലപ്പോഴും സ്കിന്നിനെ കുറിച്ച് മാത്രമാണ് പലരുടെയും വേവലാതി. കാരണം നമ്മൾ നല്ലതുപോലെ സംരക്ഷിച്ച് അഴകായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഭാഗം കൂടിയാണ് മുഖമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ എണ്ണമയമുള്ള ചർമ്മം എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും പുറത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ കൂടുതൽ പൊടിയും അഴുക്കുമൊക്കെ അടിഞ്ഞുകൂടി മുഖക്കുരുവൊക്കെ വർദ്ധിക്കാനായിട്ട് ഏറ്റവും ചാൻസ് ഉള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ എണ്ണമയമുള്ള സ്കിന്നുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, അവർ വീര്യം കുറഞ്ഞ സോപ്പ് അല്ലെങ്കിൽ നമുക്ക് ഫേസ് വാഷ് ഉപയോഗിച്ചുകൊണ്ട് ഇടയ്ക്കിടെ മുഖം ക്ലീൻ ചെയ്യണം. അതായത് ദിവസത്തിലൊരു 2 തവണയെങ്കിലും മുഖം നന്നായിട്ട് കഴുകണം. അതുപോലെ തന്നെ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ എണ്ണമയമുള്ള ചർമ്മം ഒക്കെ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് പലരുടെയും സ്കിൻ ടൈപ്പിൻ്റെ വ്യത്യാസം അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ വെള്ളം കുടി, നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിലെ സെബം എന്ന് പറയുന്ന അതിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാനായിട്ട് സഹായിക്കും. സെബം നമ്മളുടെ ചർമ്മത്തിൽ കൂടുതലായിട്ട് ഉൽപ്പാദനം കൂടുന്ന സമയത്താണ് നമുക്ക് എണ്ണമയമുള്ള ചർമ്മം കൂടുതലായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ എണ്ണമയം പോകാനായിട്ട് സെബത്തിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കണം. അതിനുവേണ്ടി നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കണം. അതായത് ഒരു 8-9 ഗ്ലാസ് വെള്ളമെങ്കിലും ദിവസവും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് സ്ക്രബ് ചെയ്യുക. ചർമ്മം അമിതമായിട്ട് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് കുറയ്ക്കാനുള്ള മികച്ച മാർഗ്ഗമാണ് നമ്മൾ സ്ക്രബ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ മുഖത്തെ അഴുക്ക് മാറി കിട്ടുകയും ചെയ്യും, കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മം എണ്ണമയമുള്ളതാണെന്ന് കരുതി നിങ്ങൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. ഓയിലി സ്കിന്നുകാർക്ക് പ്രത്യേകം തയ്യാറാക്കിയ തരത്തിലുള്ള മോയ്സ്ചറൈസർ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് തേക്കാവുന്നതാണ്. അതുപോലെ തന്നെ സൺസ്ക്രീനും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ ചർമ്മത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ ആഹാരം കൂടിയാണ്. ഡെയിലി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇലവർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മം എപ്പോഴും സുന്ദരമായിട്ട് നിലനിൽക്കാനായിട്ട് സഹായിക്കും. അതുമാത്രമല്ല, ഒരു യുവത്വം തോന്നിക്കുകയും ചെയ്യും. അതും ഡെയിലി ആഹാരത്തിൽ ഉൾപ്പെടുത്തണം, ഇലക്കറികൾ പ്രത്യേകിച്ച്. അങ്ങനെ കഴിക്കണം തീർച്ചയായിട്ടും. ധാരാളം വൈറ്റമിൻസും നമുക്ക് വേണ്ടുന്ന എല്ലാ ധാതുക്കളും അടങ്ങിയിട്ടുള്ളതാണ് ഇലവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതുകൂടെ കഴിക്കാനായിട്ട് നന്നായിട്ട് ശ്രമിക്കുക. ഓക്കെ.